ഇന്നാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ അറഫ സംഗമം. ഇന്നലെ തമ്പുകളുടെ നഗരമായ മിനായിൽ രാപ്പാർത്ത ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ അറഫ മൈതാനിയിലേക്ക് ഒഴുകിയെത്തി. ഇഹ്റാം വസ്ത്രമണിഞ്ഞ് ഒരേ മനസ്സോടെയുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനകളാൽ മുഖരിതമാണ് ഇപ്പോൾ അറഫ ഭൂമി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരും സൗദിയിലെ ആഭ്യന്തര തീർത്ഥാടകർ ഉൾപ്പെടെ 20 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്ത് മന്ത്രങ്ങളുമായി അറഫ മൈതാനിയിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ഹജ്ജിലെ ഏറ്റവും സുപ്രധാന കർമ്മമാണ് അറഫയിലെ സംഗമം. ഹജ്ജ് എന്നാൽ അറഫയാണെന്നാണ് പ്രമാണം. പ്രാർത്ഥനകൾക്കേറെ ഉത്തരം ലഭിക്കുന്ന ഈ പുണ്യദിനത്തിൽ പരലോക മോക്ഷത്തിനായി ഓരോ തീർത്ഥാടകനും ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീളുന്ന പ്രാർത്ഥനാ നിർഭരമായ ഈ സംഗമം ഉച്ചനമസ്കാര സമയത്ത് അറഫയിലെ മസ്ജിദ് നമീറയിൽ പ്രവാചകന്റെ വിട്ടുവാങ്ങൽ പ്രസംഗത്തെ അനുസ്മരിപ്പിച്ച് ഇമാം ഖുതുബ നിർവഹിക്കും. തുടർന്ന് ളുഹറും അസ്റും ഒന്നിച്ച് നമസ്കരിക്കുന്ന തീർത്ഥാടകർ സൂര്യാസ്തമയത്തിന് ശേഷം രാപാർക്കാനായി മുസ്തലിഫയിലേക്ക് നീങ്ങും. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനുമായി വിപുലമായ ഒരുക്കങ്ങളാണ് സൗദി സർക്കാർ സജ്ജീകരിച്ചിരിക്കുന്നത്. സുൽഫിഖുറദായ്, അമൃത ന്യൂസ്, ജിദ്ദ. Celebrating 40 years of trust and legacy, Sona Gold and Diamonds, Saudi Arabia, Bahrain, Oman. Hyper Al Wafa Saudi Arabia, ഇപ്പോൾ മക്കയിലും.